നമസ്കാരം, അമൃതാണ്. ഈ സിനിമ പൂർണ്ണമായിട്ടും കൺസീവ് ചെയ്തിരുന്ന ചിലപ്പോൾ സച്ചി സാറായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് ഫിലിം മേക്കിംഗ് എന്ന് വെച്ചാൽ, ഞാൻ ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്ന മോശമൊന്നല്ല, അദ്ദേഹത്തിൻ്റെ ഒരു മേക്കിംഗ് ചില ഭാഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാതെ ഇങ്ങനെ നിൽക്കും. ഇപ്പോൾ അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമ എടുത്താൽ തന്നെ അതിലെ ചില രംഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ആ രംഗങ്ങളും ആ രംഗങ്ങൾക്ക് വന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ഇപ്പോഴും ഇങ്ങനെ മനസ്സിലത് ഇരിപ്പുണ്ട്. അത് ആ ഒരു പവറാണ്. ആ ഒരു കഥാപാത്രത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ കഥാപാത്രം എന്ത് ചെയ്താലും നമ്മുടെ മനസ്സിൽ ഒരു ഗാംഭീര്യം ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ബിജു മേനോൻ ചെയ്ത ക്യാരക്ടർ തുടക്കത്തിൽ തന്നെ ആ ക്യാരക്ടറിന്റെ ഡെപ്തൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമെങ്കിലും പിന്നെ നമ്മൾ വീണ്ടും ആ കഥാപാത്രത്തിന്റെ ആഴം ഇങ്ങനെ അളന്നുകൊണ്ടിരിക്കും. ഓരോരോ സന്ദർഭങ്ങളിലും ഇയാൾ ഏത് റേഞ്ചിൽ ഇനി കയറും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ആസ് എ വ്യൂവർ നമ്മളിങ്ങനെ ആകാംക്ഷയോടെ അതിങ്ങനെ കാത്തിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സാധനമൊന്നും ഈ സിനിമയ്ക്കകത്ത് കിട്ടിയില്ല. ഇതിനകത്തുള്ള കഥാപാത്രങ്ങൾക്കും അതുപോലുള്ള ഇന്നർ ലേയേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതാണ് ആ ഓരോ ഡയറക്ടറും അതിനെ കൺസീവ് ചെയ്ത് അത് ചിത്രമാക്കി മാറ്റുമ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ആ ഒരു പെർഫെക്ഷൻ എനിക്ക് ഈ സിനിമയ്ക്കകത്ത് ഒത്തിരി മിസ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നുന്നു ലൈഫ് ടൈമിൽ പലതരം സിനിമകളും കണ്ടിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഒരു പർട്ടിക്കുലർ സീനിൽ, ഞാനത് കൂടുതലൊന്നും പറയുന്നില്ല, പക്ഷെ ആ ഒരു സീനിൽ ഞാൻ ശരിക്കും ലിറ്ററലി ഐ വാസ് സ്മെല്ലിങ് ദാറ്റ്. അതായത് ആ സമയത്ത് തിയേറ്ററിനകത്തിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുമാതിരി അതാണ് ചില സ്മെല്ലുകളൊക്കെ നമ്മുടെ മനസ്സിലങ്ങ് രജിസ്റ്റർ ആയി വെച്ചിരുന്ന, പിന്നെ അതുമായിട്ടുള്ള സന്ദർഭം നമ്മൾ സൗണ്ടും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് ആ ഒരു സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് ആ ഒരു സ്മെല്ല് നമുക്ക് ലിറ്ററലി എനിക്കത് ഭയങ്കര സ്മെല്ലിംഗ് ആയിട്ട് തോന്നി. തിയേറ്ററിനകത്തൊരു സ്മെല്ല് ഫീൽ ചെയ്തായിരുന്നു. കാരണം ആ സീൻ വെറുതെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. ഈ സിനിമയിൽ ഷമ്മി തിലകന്റെ കഥാപാത്രത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സീനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇമോഷൻസ് എത്രയാണ്, അതിന്റെ ഓരോരോ ലേയേഴ്സ്, ഇതെല്ലാം ആ ഒരൊറ്റ സീനിലാണ് ആ ഒരു ക്യാരക്ടറിന്റെ ഡെപ്തും ഇമോഷൻസും എല്ലാം അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്നത്. പിന്നെ ആ കഥാപാത്രത്തിന്റെ ത്രൂ ഔട്ട് നമുക്ക് കാണുമ്പോഴൊക്കെ ഈ ഒരു പെയിൻ, അത് സിനിമയിൽ ഫുൾ അതങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു ലെയറായിട്ട് തന്നെ അതങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ ഷമ്മി തിലകന്റെ അഭിനയം ഗംഭീരമായിട്ടുണ്ട്. ഞാൻ ശരിക്കും ഫാനായിപ്പോയി. അദ്ദേഹം നല്ലൊരു ആക്ടറാണ്. പല അവസരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഫാദർ ഒന്നുകൂടി ജീവിക്കുന്നതാണൊക്കെ നമുക്ക് തോന്നി. തിലകൻ സാർ അങ്ങനെ ആ കഥാപാത്രത്തിൽ എവിടെയൊക്കെയോ ഇങ്ങനെ മിന്നി മറയുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു അനുകരണമായിട്ടൊന്നും തോന്നിയില്ല. അദ്ദേഹം എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ട് തന്നെയാണ് ആ ക്യാരക്ടറിനെ കൺസീവ് ചെയ്തിരിക്കുന്നതും അത് ക്യാരക്ടറായിട്ട് മാറിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു സൗണ്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു മാനറിസവും ആ ഒരു ഫാദറിനെ പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് എവിടെയൊക്കെയോ തിലകൻ സാർ ജീവിക്കുന്ന പോലെ തോന്നി ആ സീനിൽ. പിന്നെ പൃഥ്വിരാജ് ചെയ്യുന്ന കഥാപാത്രമായിരുന്നാലും ഇനിഷ്യലി ഷമ്മി തിലകൻ ചെയ്ത ക്യാരക്ടറിനെയാണ് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുതന്നെ സെക്കൻഡായിട്ടാണ് പൃഥ്വിരാജ് ചെയ്ത ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഇതും വന്നു. കാരണം ഇതിനകത്ത് ഹീറോ എന്ന് പറയുന്നത് പൃഥ്വിരാജ് ചെയ്ത ക്യാരക്ടറാണ്. എന്നാൽ ആ ക്യാരക്ടറിനും ഒരുപാട് ഡീപ്പായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് എവിടെയൊക്കെയോ ഇതിന് ഓവറോൾ സിനിമ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ആ സാധനം എസ്റ്റാബ്ലിഷ് ചെയ്തതിലൊക്കെ കുറച്ച് കുറവുകൾ തോന്നി. എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോവൽ എടുത്തിട്ട് സിനിമ ആക്കുമ്പോഴത്തേക്ക്, ഒരു നോവൽ നമ്മളിരുന്ന് വായിക്കുമ്പോൾ അത് കുറച്ച് സമയമെടുത്ത് അതങ്ങനെ വിശാലമായിട്ട് നമുക്ക് ആ ചിത്രം കാണാൻ പറ്റും. പക്ഷെ അതിൽ തന്നെ കുറച്ച് സന്ദർഭങ്ങളെ മാത്രം കൂട്ടി ഇണക്കിക്കൊണ്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഒരു സിനിമ ആക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മകൾ നല്ലതുപോലെ ഈ സിനിമയിൽ ഫീൽ ചെയ്തു. പിന്നെ കുറച്ച് ട്രിം ചെയ്യാവുന്ന പോർഷൻസ് ഇവരങ്ങനെ തമിഴ് സിനിമ പോലെ കുറേ വാസ്റ്റ് ആക്കി കാണിച്ചിട്ടുണ്ട്. നമുക്ക് മലയാളികൾക്ക് അത്രത്തോളം ഡൈജസ്റ്റ് ആവുന്ന ഒരു റേഞ്ചിലായിരുന്നില്ല. അതൊരു തമിഴ് ഓഡിയൻസിന് അത് ചിലപ്പോൾ വർക്കാവും. ചില സംഭവങ്ങളൊക്കെ സിനിമയ്ക്കകത്ത് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ഒരു വ്യാപ്തിയോ അത്രത്തോളം ഒന്നും കമ്മ്യൂണിക്കേറ്റ് ആകാത്ത കണക്ക് എനിക്ക് തോന്നി. അതിനി പേഴ്സണലി എനിക്ക് മാത്രം ഫീൽ ചെയ്തതാണെന്ന് അറിയത്തില്ല. ഒരുപാട് അങ്ങനെ അവിയൽ പോലെ കുറേ സംഭവങ്ങൾ ഇതിനകത്തില്ല കുത്തിഞ്ഞെരിക്കുക കണക്കുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സിനിമയുടെ ആ ഒരു പ്രിസൈസ് കുറച്ചും കൂടെ കട്ട് ഷോട്ട് ചെയ്ത് അതിൻ്റെ സിനിമ ചർച്ച ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങൾക്ക് തന്നെ കുറേ ആഴമുണ്ട്. ആ കഥാപാത്രങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ സിനിമ നിർത്തിയിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജെക്സ് ബിജോയാണ് ചെയ്തിരിക്കുന്നത്. പാട്ടുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ പോലും ചില സീനുകളൊക്കെ ജെക്സ് മാത്രം ശ്രമിച്ചുകൊണ്ട് അങ്ങ് ലിഫ്റ്റ് ആക്കാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ളൊരു ഹൈസ് ഒന്നും ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ ഹൈ ഒക്കെ വരുന്നുണ്ട്, പക്ഷേ അത് സീനിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ ഇത് ഞാൻ സിനിമയെ കുറ്റം പറയാനല്ല, എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. എന്ന് വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റൺസ് മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ല സ്റ്റൺസൊക്കെ തന്നെയായിരുന്നു. അതാണ് ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഹൈ ആക്കാൻ വേണ്ടി അവരങ്ങ് ഹൈ ആക്കിയിരിക്കുകയാണ്. പക്ഷേ ആ ഹൈ ആക്കിയപ്പോഴത്തേക്ക് അങ്ങ് കുറച്ച് ഓവർ ഹൈ ആയി പോയാണൊക്കെ തോന്നും. കാരണം സിനിമ അത്യാവശ്യം നല്ലൊരു സ്ട്രൈറ്റ് ലൈനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് പെട്ടെന്ന് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക്
അതിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറിനെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്തതുമായിരിക്കാം. നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തൊരു ലൂപ്പ് പോലത്തെ ഒരു ഫ്ലോ ഉണ്ടാവുമല്ലോ, അത്തരത്തിലൊരു ഫ്ലോ ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങനെ ഒരു ഫ്ലോ ഇല്ലെങ്കിൽ തന്നെ സിനിമ നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ആയിരുന്നാൽ പോലും നമുക്കൊരു ഇമ്പാക്റ്റ് കിട്ടും. പക്ഷേ ഇത് അത്തരത്തിലൊരു ഇമ്പാക്റ്റ് കിട്ടില്ല. ഒരു സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് കൊള്ളാം, ഒരുപാട് ഗംഭീര സീനുകളും പരിപാടികളും ഒക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഒന്നും നമുക്ക് ആ ഒരു ഇമോഷണൽ ഭയങ്കര ഒരു കണക്റ്റോ അങ്ങനെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു വ്യൂവർ പെർസ്പെക്റ്റീവിൽ എൻ്റെ പോരായ്മകളായിരിക്കാം, ആസ് വ്യൂവർ എന്നുള്ള നിലയിലുള്ള എൻ്റെ പോരായ്മകളുമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കായെന്നിരിക്കും. എന്തായാലും സിനിമ ഓവറോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. എന്നാലും ഒരു ഓൺ ടൈം തിയേറ്റർ വാച്ച് ആയിട്ടുള്ള മൂവി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ മൂവിക്ക് ഔട്ട് ഓഫ് 10 7 റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.